ഏകയിലാഹിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടുപോകാം. ഐൻസ്റ്റീനും മതവും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഉണ്ട്. അതിലെഴുതുന്നു, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ മതവും ശാസ്ത്രവും തമ്മിൽ ഒരു സംഘട്ടനം അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേട് ഇല്ല, ഉണ്ടാവാൻ സാധ്യതയും ഇല്ല. അദ്ദേഹം പറയുന്നു, ബഹുദൈവ വിശ്വാസം വരാനുള്ള കാരണം ആരാധനയ്ക്ക് അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല. ഈ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് അതൊക്കെ ആരാധനയ്ക്ക് അർഹതാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല. പിന്നെങ്ങനെയാണ്? ഭയത്തിൻ്റെ പേരിൽ, പേടിയിൽ നിന്ന് കരകയറാൻ, ഭയത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്ന വസ്തുക്കളെ സ്വാധീനിച്ച് അവകളുടെ പേടി മാറ്റിയെടുക്കുക എന്ന ധർമ്മമാണ് അവർ അതുകൊണ്ട് ആഗ്രഹിച്ചത്. അദ്ദേഹം പറയുന്നു, വിശപ്പിൻ്റെ ഭീതി, വന്യമൃഗങ്ങളുടെ ഭീതി, രോഗഭീതി, മരണഭീതി മുതലായവ തന്നെ ചരിത്രത്തിൻ്റെ ഈ ദശയിൽ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണ്ടത്ര വളർച്ച പ്രാപിച്ചിരുന്നില്ല. തന്നിമിത്തം മനുഷ്യജീവികൾ ഏറെക്കുറെ അവരുടെ രൂപത്തിൽ തന്നെ സാങ്കല്പിക ജീവികളെ സൃഷ്ടിക്കുകയും ഭയാനകരമാകുന്ന സംഭവങ്ങൾ അവരുടെ ഇച്ഛയും പ്രവൃത്തിയും മൂലമാണെന്ന് കരുതുകയും ചെയ്തു. പിന്നീട് ഈ ജീവികളെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമമായി തലമുറയായി കൈവന്നു ചേർന്ന കീഴ്നടപ്പനുസരിച്ച് ഈ ജീവികളുടെ പ്രീണനത്തിനായുള്ള കർമ്മങ്ങളും യാഗങ്ങളും മറ്റും നടത്തപ്പെട്ടു. ഇത്തരം കർമ്മങ്ങളും യാഗങ്ങളും മറ്റും ഈ സങ്കല്പ ജീവികളെ സന്തോഷിപ്പിക്കുമെന്നും നശ്വരനായ മനുഷ്യന്റെ നേർക്ക് അവർ കാരുണ്യം കാണിക്കുമെന്നും വന്നുകൂടി. ഒരു പ്രത്യേക പുരോഹിത വർഗത്തിന്റെ ആവിർഭാവത്തോടെ ഇത് ഗണ്യമായ തോതിൽ ദൃഢമാക്കപ്പെട്ടു. ഇതാണ് ബഹുദൈവ വിശ്വാസം. അല്ലെങ്കിൽ പുലിയെ ആരാധിക്കുന്നു, സിംഹത്തെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കളെ ആരാധിക്കാനുള്ള പശ്ചാത്തലം ഞാൻ പറഞ്ഞതല്ല, ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, പേടിയിൽ നിന്ന് കരകയറാൻ. ഇപ്പൊ കാട്ടുതീ പിടിക്കുന്നത് എങ്ങനെയാണ്? മുളകൾ തമ്മിൽ, ഈറകൾ തമ്മിൽ ഒരസുമ്പോ ഒരസുമ്പോ കത്തും. അങ്ങനെ ഭയങ്കര തീ പിടിക്കും, ആളുകൾ ഓടി രക്ഷപ്പെടും. തീ ഭയങ്കര പേടിയായി. അങ്ങനെ അവർ കണ്ട മാർഗം എന്താ? തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് തീയെ ആരാധിക്കാൻ തീരുമാനിച്ചു. തീയാണ് ഏറ്റവും വലിയ ശത്രു, അപ്പൊ അതിനെ നമ്മൾ സ്വാധീനിക്കണം. അങ്ങനെ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് തീ ആരാധിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് തീക്കുണ്ടാരം ആരാധിക്കപ്പെട്ടിരുന്ന തീക്കുണ്ടാരം കെട്ടണഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പൊ ആ പറഞ്ഞ രൂപത്തിൽ ചിലയിടത്ത് മൃഗങ്ങളാണ്, ആ മൃഗങ്ങൾ നമ്മളെ കടിക്കാൻ വരുന്നു. കാട്ടിലായിരുന്നല്ലോ പണ്ട് ആളുകൾ അധികം താമസിച്ചിരുന്നത്. അങ്ങനെ പുലിയെ ഉണ്ടാക്കി, പുലിയെ ആരാധിക്കാൻ തുടങ്ങി, സിംഹത്തെ ആരാധിക്കാൻ തുടങ്ങി. പാമ്പ് ശല്യം, എവിടുന്നാലും പാമ്പ് കടിക്കാനും കൊത്താനും വരുന്നു. അങ്ങനെ പാമ്പിനെ ഉണ്ടാക്കിയിട്ട് സർപ്പങ്ങളെ ആരാധിക്കുന്ന ശൈലി വന്നു. ചുരുക്കത്തിൽ ഭയം മാറാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ഇതര ജീവികളെയും ശക്തികളെയും ആരാധിക്കുക എന്നത്. പിശാചിനെ ആരാധിക്കുന്നു, പിശാചിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ. സൂര്യനെ ആരാധിക്കുന്നു, സൂര്യനാണ് എല്ലാ ഊർജവും തരുന്നു എന്ന അന്ധവിശ്വാസത്തിൽ സൂര്യനെ ആരാധിക്കുന്നു. ചിലര് ചന്ദ്രനെ ആരാധിക്കുന്നു, ചിലര് ഭൂമിയെ ആരാധിക്കുന്നു, ഭൂമി ദേവി എന്ന് പറയുന്നു. ഇതെല്ലാം താൽക്കാലികമാകുന്ന സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പേരിൽ വന്നു ചേർന്ന ആരാധനകളാണ്. അല്ലാതെ ആരാധനയ്ക്ക് അർഹപ്പെട്ടതെന്ന ചിന്ത രൂപീകരിച്ചു കൊണ്ടുണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഇത്തരം അല്ലാഹു അല്ലാത്ത ഒരാരാധ്യ വസ്തുവിനും ആരാധനയ്ക്ക് അർഹതയില്ല. ആരാധനയ്ക്ക് അർഹത വേണമെങ്കിൽ എന്ത് മാനദണ്ഡമാണ് നമ്മൾ വെക്കുന്നത്? ഒന്ന് വാജിബുൽ വുജൂദ്, ഇവിടെ ഉണ്ടായിരിക്കൽ അനിവാര്യമായ ഒരു ദാത്തായിരിക്കണം. ഇവിടെ അതുണ്ടായില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണക്കാരായ ഒരു ദാത്തായിരിക്കണം. അങ്ങനത്തെ ഒരു ദാത്തിനെ ആരാധിക്കേണ്ടതുള്ളൂ. അതില്ലെങ്കിൽ ഇവിടെ വേറൊന്നും ഉണ്ടാവൂല. ഇവിടെ സൂര്യനില്ലെന്ന് വിചാരിച്ച് ചന്ദ്രൻ ഉണ്ടാവാതിരിക്കോ? ചന്ദ്രനില്ലെന്ന് വിചാരിച്ച് ഭൂമി ഉണ്ടാവാതിരിക്കോ? അതിനൊന്നും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ.
പുലിയില്ലെന്ന് വിചാരിച്ച് പാമ്പില്ലാതിരിക്കോ? പാമ്പില്ലെന്ന് വിചാരിച്ച് കടുവയില്ലാതിരിക്കുമോ? അതൊന്നും ഇവിടെ ഇല്ല. നമ്മളാരിവിടെ ഇല്ലാതിരുന്നാലും ഇവിടെ ഒന്നിൻ്റെയും കുറവ് വരുന്നില്ല. സൂര്യനില്ലെങ്കിലും ഇവിടെ ഒരു കുറവും വരുന്നില്ല. സൂര്യനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ചന്ദ്രനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ഭൂമിയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നെ ഉണ്ടായതാണ്. ഇതൊന്നും ഉണ്ടാകാത്തൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ഇവകളൊന്നും ഇവിടെ ഉണ്ടാവൽ നിർബന്ധമില്ല. ഇവകളെയൊക്കെ ഉണ്ടാക്കിയത് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. സഖറ ലക്കുമുശ് ശംസ വൽ ഖമർ, നിങ്ങൾക്ക് സൂര്യനെ സൃഷ്ടിച്ചു തന്നവൻ അവനാണ്, ചന്ദ്രനെ സൃഷ്ടിച്ചു തന്നവൻ അവനാണ്, നിങ്ങൾക്ക് സർവ്വതിനെയും സൃഷ്ടിച്ചു തന്നവൻ അവനാണ്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയാകലോടുകൂടെ അതിന് ആരാധനയ്ക്ക് അർഹതയില്ല. കാര്യം അതിൻ്റെ മുകളിൽ ഒരു സൃഷ്ടാവുണ്ട്. സൃഷ്ടിയാണോ ആരാധനയ്ക്ക് അർഹതയില്ല. നമ്മൾ മതപരമായി ചിന്തിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഭൂമിയേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സൃഷ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി തന്നെ എന്താ പഠിപ്പിച്ചത്? അന അബ്ദുഹു വ റസൂലുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. പ്രവാചകന്മാരെല്ലാം അതാ പഠിപ്പിച്ചത്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും അത് പഠിപ്പിച്ചു. ആദം നബി അത് പഠിപ്പിച്ചു, നൂഹ് നബി അത് പഠിപ്പിച്ചു, ഇബ്രാഹിം നബി പഠിപ്പിച്ചു, മൂസ നബി പഠിപ്പിച്ചു, ഈസ നബി പഠിപ്പിച്ചു, അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു. അപ്പൊ എല്ലാവരും പഠിപ്പിച്ചത് ആദർശമാണ്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് ഐൻസ്റ്റീൻ്റെ കൂടി ഉദ്ധരണി വെച്ചുകൊണ്ട് നാം അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു ഇലാഹു വേണ്ടേ? ഒരല്ലാഹു വേണ്ടേ? ഒരല്ലാഹും കൂടി ഇല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ അതിന് ഐൻസ്റ്റീൻ പറയാണ്, ഈ പുസ്തകത്തിൻ്റെ 126 പേജ്, ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ലോകം എൻ്റെ കാഴ്ചയിൽ, വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധത്തിൽ ഈ മതാനുഭൂതിയുടെ ഉദാത്ത രൂപം അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്ക് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം നിഗൂഢതയാണ്. നിഗൂഢത എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതാണ് നിഗൂഢത. ഈ ഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ സൂര്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ സൂര്യാദി ഗോളങ്ങളെയെല്ലാം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഐൻസ്റ്റീനെ പോലെ ബുദ്ധിയുള്ളവർക്ക് ഈ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം പറയുന്നു, യഥാർത്ഥ കലയുടെയും യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെയും അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൗലിക വികാരമാണ് അത്, മതവികാരം. ഈ സത്യം അറിയുന്നില്ലാത്ത, അത്ഭുതപ്പെടുവാൻ കഴിവില്ലാത്ത, വിസ്മയാധീനനായി തീരാത്ത ഒരാൾ മൃതതുല്യനാണ്. അദ്ദേഹം പറയാണ്, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാത്ത, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും ചിന്തിക്കാതെ വെറുതെ ഇവിടെ ജനിച്ചു, ഇവിടുന്ന് അങ്ങ് തിന്നു, കുറച്ച് സുഖിച്ചു, അങ്ങ് മരിച്ചു, അവനെ കൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉണ്ടായിട്ടില്ല. അവൻ മൃതതുല്യനാണ്. മൃതതുല്യനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മൃഗതുല്യനാണ് എന്ന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റിയായന്. കാര്യം ഒരു ബോധവുമില്ല. അവൻ എങ്ങനെ വന്നു, അവൻ എവിടെ ജീവിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്തവൻ, അവൻ മൃതതുല്യനാണ്, മരിച്ചവന് ഒത്തിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഭയത്തോട് കലർന്നതാണെങ്കിൽ തന്നെയും മതത്തെ പോറ്റി വളർത്തിയത് ഈ വികാരമാണ്. എന്നിട്ട് ഇനി അദ്ദേഹം പറയാം, നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത, മാഷാ അല്ലാഹ്, നിഗൂഢതയാണ് ഏറ്റവും നല്ല സൗന്ദര്യം. നിഗൂഢത എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന് നിഗൂഢൻ എന്ന ലത്തീഫ് എന്നാ പറയാം. നോക്കിയാൽ കാണാത്ത നിഗൂഢമായ സാധനം. അല്ലാഹു തആല അവന് പേരിട്ടത് അങ്ങനെയാണ്. ലാ യുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഞാൻ ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അല്ലാഹു തആല ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് നിഗൂഢൻ എന്ന് തന്നെയാണ് പേരിട്ടത്.
ആ പേര് തന്നെയാണ് ഒരു ആധുനിക ചിന്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ. അയാൾ എഴുതുകയാണ്, ഈ പ്രപഞ്ചത്തിനെ എല്ലാം നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ചിന്തിക്കുമ്പോൾ ഒരു നിഗൂഢത നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയും, നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത, അതാണ് ലാ തുദ്രിക്കുഹുൽ അബ്സാർ, അവനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞു അതേ പ്രയോഗമാണ്, നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ്, അതാണ് മഅരിഫത്ത്. ജമ്മുൽ ജവാമിയിലെ കാണാം, അവ്വലുൽ വാജിബാത്തി അൽ മഅരിഫത്തു, ഒരു മനുഷ്യൻ ആദ്യമായി അറിയേണ്ടത് ആദർശമാണ്, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അൽ മഅരിഫത്തു. അതാണ് ഐൻസ്റ്റീൻ എഴുതുന്നത്. നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ്, അത്യഗാധമായ വിവേകത്തിന്റെയും ഏറ്റവും ഭാസുരമായ സൗന്ദര്യത്തിന്റെയും മൂർത്തിമൽഭാവത്തെക്കുറിച്ചുള്ള അറിവ്. എത്ര മനോഹരമാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞ സവിശേഷതകളിലേക്കൊക്കെ ഐൻസ്റ്റീന്റെ വാക്കുകൾ ചെന്ന് പതിക്കുകയാണ്. അള്ളാഹുവിന്റെ സൗന്ദര്യത്വം, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു എത്ര സൗന്ദര്യവാനാണ്. അദ്ദേഹം എഴുതുന്ന ഏറ്റവും ഭാസുരമായ സൗന്ദര്യത്തിന്റെയും മൂർത്തിമൽഭാവത്തെ പറ്റിയുമുള്ള അറിവ്, ആ അറിവാണ് മഅരിഫത്ത്, അതാണ് ആദർശം. ഈ അറിവും ഈ വികാരവുമാണ് യഥാർത്ഥത്തിലുള്ള മതാഭിമുഖ്യം കെട്ടിപ്പടുക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു ദൈവത്തെ കണ്ടെത്തണം, അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ, ഈ അർത്ഥത്തിൽ മാത്രം ഞാൻ അത്യധികം മതപരനായ മനുഷ്യനാണ്. കുറെ വായിക്കാണ്ട്, സമയമില്ല, ഇനി കൊണ്ട് ഉസ്താദ്മാര് പ്രസംഗിക്കാണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നത് എന്തിനാണെന്നറിയോ? ഉസ്താദുമാര് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു സംഭവം അല്ല ഏക ഇലാഹിലുള്ള വിശ്വാസം. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ, ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടെത്തിയ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച യാഥാർത്ഥ്യം, അതും 1930, ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഐൻസ്റ്റീൻ എഴുതി വെച്ച ഈ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടാവുണ്ടെന്നും അത് നിഗൂഢനാണെന്നും അതിനെ സൗന്ദര്യവാനാണെന്നും അത് അറിയലാണ് ഏറ്റവും വലിയ മതാഭിമുഖ്യമെന്നും പറയുമ്പോൾ അതിലേക്ക് നമുക്ക് ദർശനം തന്ന നമ്മുടെ പണ്ഡിതന്മാർ, ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഞാനത് അവിടെ എത്തിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നത് ശരിയല്ല. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് ഒരു ദൈവമെങ്കിലും ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. അപ്പോൾ ഒരു ദൈവം, ഒരു അല്ലാഹു, ഒരു സൃഷ്ടാവ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ സൃഷ്ടാക്കൾ ഇല്ല. അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാകാവുന്ന സംഘട്ടനങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല.